ആരാ പോയ കാലത്ത് പുതിയ നമ്പറാണല്ലോ. ഹലോ ഹലോ. താത്ത സെബീനത്തല്ലേ? അതെ മോനെ. താത്ത ഇന്നേ അവിടെ ആയിരുന്നു ഉസ്താദിന്റെ ചെലവ് ഫുഡ് വന്നിട്ടില്ല ഉസ്താദ് വിളിച്ചിരുന്നേ. എന്റെ റബ്ബേ, ഇന്ന് പിടിയ ചെലവ് മറന്നു മോനെ. ഞാന് പള്ളിയിലത്തെ മറ്റേ ബുക്കുകൾ നോക്കിയപ്പോ ഗഫൂർക്കാന്ന പേര് കണ്ടേ, അപ്പൊ അതാ വിളിച്ചേ. മറന്നു പോയിട്ട് അങ്ങനെ ഉണ്ടെങ്കിലോ എന്ന് വിചാരിച്ചിട്ടേ. ഒരു മിനിറ്റ് മോനെ, ഞാൻ കാർഡൊന്ന് എടുത്ത് നോക്കട്ടെ. 14 തീയതി നോക്കി നോക്കിയാ, നവംബർ 14. അതെ മോനെ, ഇവിടെയാണ് ചെലവ്. അതാ ഞാൻ വിളിച്ച് ഓർമ്മപ്പെടുത്തിട്ടേ. സമയം എന്തായി? സമയമായി 8 മണി. ഇല്ല, ഒരു നേരം കൊണ്ട് തന്നെ ശരിയായി കൊടുത്ത് ഉണ്ടാക്കി അവിടേക്ക് എത്തിക്കാട്ടെ. മുന്നേ ഞാൻ പറയാൻ വേണ്ടി വിളിച്ചതാ. പറഞ്ഞത് നന്നായി മോനെ. അത് വിളിച്ചിട്ടുണ്ടെങ്കിലോ. ശരി, മറന്നു പോയി ഞാന്. നേരത്തെ വിളിച്ച് പറഞ്ഞ എന്താ ചെയ്യാനിപ്പോ? മാവ് ദോശമാവില്ല, അത് പൊളിച്ചിട്ടുണ്ടാവും. ഇപ്പൊ ഞാൻ എന്താ ചെയ്യാം? അങ്ങനെ അവനൊന്ന് വിളിച്ചു കൊടുത്ത വിളിച്ചിട്ടില്ല. മോനെ, മോനെ, ഉണ്ണി, സഫി, ഒന്നെണിച്ച എണിച്ച് വാതിൽ തുറക്ക്. മോനെ, ഇന്ന് ഉസ്താദിന്റെ ചെലവാ. ആസിക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു. ആസിക്ക് വിളിച്ച് പറഞ്ഞപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നു. മറന്നു പോയി ഞാന്. ഉപ്പ പറഞ്ഞില്ല, അല്ലെങ്കിൽ ഉപ്പയാണ് എല്ലാ മാസവും ഓർമ്മപ്പെടുത്തുക. ഞാൻ ഇന്ന് മറന്നു മോനെ. ഇപ്പൊ ആസിക്ക് വിളിച്ച് പറഞ്ഞ എന്താ ചെയ്യണ്ട്? സമയമായി 8:30. അതാണ് ഇപ്പൊ എനിക്ക് കയ്യും പറ്റില്ല, കാലും പറ്റില്ല. ഉസ്താദിന് സമയത്തിന് എത്തിക്കണ്ട മോനെ. അത് ഇരിക്കില്ലേ വിശന്നിട്ട്. അതെ, എന്താ ചെയ്യണ്ട്? ഞാനെന്നാ പുറത്തുനിന്ന് എന്തെങ്കിലും വാങ്ങിയിട്ട് പറ്റേ, അതാകുമ്പോൾ ഉസ്താമാർക്കാണ് കൊടുക്കാം. ഇപ്പൊ സമയമുണ്ട് അവിടെ എന്തെങ്കിലും ഉണ്ടാക്കാൻ. നമ്മൾ ഹോട്ടലിൽ പോയിട്ട് ഉസ്താമാർക്ക് വല്ല വെള്ളപ്പോ പത്തിരിയോ പൊറാട്ടയോ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചു കൊടുക്കാം. നമുക്ക് ഇപ്പോൾ വെച്ച് വരുമ്പോൾ ഇനി സമയമായി അവർക്ക് കഴിക്കാൻ. ഇപ്പോൾ എവിടേക്കും പോകാനും എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലോ അങ്ങനെ ചെയ്താലോ? എന്നാ പോയി വാങ്ങി വരുമ്പോൾ ഒരുപാട് നേരമാവും. ഞാനൊരു കാര്യം ചെയ്യാം, മുമ്പായിട്ട് പള്ളിയിൽ പോയിട്ട് പാത്രം എടുത്തിട്ട് വാ. അപ്പോഴേക്കും ഉമ്മ കുറച്ച് പൊടി എടുത്തിട്ടേ പൂരി ഉണ്ടാക്കാം. പിന്നെ ഉരുളൻകിഴങ്ങ് മസാലയും വെച്ചിട്ടേ പൂരിയും മസാലയും കൂടി കൊടുത്താക്കാം. അല്ലേ? ഇല്ലില്ല, അതൊക്കെ പെട്ടെന്ന് ഉമ്മ ചെയ്യാം. മുമ്പ് പള്ളിയിൽ പോയി പാത്രം എടുത്തിട്ട് വാ. അപ്പോഴേക്കും ഉമ്മ ചെയ്യാം. അതല്ലേ നല്ലത്? പാലും മേടിച്ചോ, വരുമ്പോ ഒരു പാക്കറ്റ് പാലും മേടിച്ചോട്ടാ. പൂരി മസാല ഉണ്ടാക്കും ഉമ്മ. അത് വേഗം ഉണ്ടാക്കാം. പോയി പാത്രം എടുത്തിട്ട് കേട്ടോ. വാ. അമ്മ എല്ലാം ആക്കി വെച്ചിട്ടുണ്ട്. ഞാൻ ഇനി എത്ര വിസിലാ വെക്കണ്ട്? ഇതിലെല്ലാം അരിഞ്ഞിട്ടിട്ടുണ്ട് കേട്ടാ. ഒരുമിച്ച് തന്നെ അല്ലേ? ഇഞ്ചിയൊക്കെ ഇട്ടുണ്ട്. ഇനി താളിക്കുമ്പോ വല്ലതും ഇടും. ഇതാവട്ടെ, ഞാൻ എന്നാ പരത്തണ. ഞാൻ ചുടന്ന കത്തണില്ലല്ലോ. കഴിഞ്ഞോ വേണോ? ശബിക്കോ? അതെ, ശരി. അല്ലമ്മ, ഇപ്രാവശ്യത്തെ ചെലവെന്താ നമ്മള് മറന്നത്? ഇപ്പൊ ആകെ പ്രശ്നമായല്ലോ. സമയം അത്യാവശ്യം ആവുകയും ചെയ്തു. കിട്ടോ? എല്ലാ മാസം ഒക്കെയാണ് പറയാറ്. ഉപ്പ മറന്നു തോന്നുന്നുണ്ട്. അപ്പൊ ആസിക്ക് വിളിച്ചപ്പോഴാണ് മോളെ കൊഴപ്പില്ല, നമുക്ക് ഈ പൂരിയും കറിയും തന്നെയല്ലേ. അതന്നെ മോൻ പറഞ്ഞ അമ്മ കടയിൽ വാങ്ങിക്കണം. വേണ്ട, പെട്ടെന്ന് ഈ പാത്രം ഇട്ട് പറഞ്ഞിട്ട് ഉണ്ടാക്കാൻ അത്രയും ടെൻഷൻ ആവാനൊന്നുമില്ലമ്മ. ഇതിപ്പോ പൂരി അത്യാവശ്യം ചുട്ടില്ലേ. ഇനിയിപ്പോ മസാല ആയ ഒരു ഗ്ലാസ് ചായയും കൂടി വെച്ചിട്ട് കൊടുത്തയക്കാം. ഇനിയിപ്പോ ഉച്ചക്കൊക്കെ എന്താ ചെയ്യണ്ട്? ഇനിയിപ്പോ എന്താ ചെയ്യാ, ആലോചിച്ചൊന്നുമില്ല മോളെ. നമുക്ക് കോഴി മേടിക്കാം അല്ലേ? കോഴി മേടിച്ചിട്ട് ബിരിയാണി എന്തെങ്കിലും ഉണ്ടാക്കി കൊടുത്തേക്കാം. അല്ലാണ്ട് ഇപ്പൊ ആലോചിക്കാനൊന്നും സമയമില്ല.
അതാകുമ്പോ വേഗം പണികൾ കഴിക്കും. ശരി, എന്നാ പിന്നെ അങ്ങനെ ചെയ്യാം. സിബിക്ക വരട്ടെ. വന്നാലേ ചെലവ് കൊണ്ട് കൊടുത്ത് അങ്ങനെ പോയിട്ട് പോയി മേടിച്ചു തരാൻ പറഞ്ഞു. അതൊക്കെ ചെലവുടേന്ന് കാര്യം. എന്നാ ഇത് കൊടുത്തയക്കില്ലേ നമ്മള് പാത്രത്തിലാക്കിട്ട് അപ്പൊ തന്നെ അങ്ങനെ നേരെ പറപ്പൂര് പോയി മേടിച്ചിട്ട് വരാൻ പറയാം. വിട്ടോ. ആ മറ്റേ കറി കാച്ചിയാ മാത്രം മതി. ഇപ്പോന്നല്ല പണ്ടേ എനിക്ക് പേടിന്ന് പറഞ്ഞാൽ മണം അടിക്കോ എരിവ് കൂടോ ഉപ്പ് കൂടോ അങ്ങനെയുള്ളൊരു പേടിയല്ല. വേറെ കുഴപ്പമൊന്നുമില്ല. അല്ല, ഇന്ന് ഉസ്താദിന്റെ ചെലവാണ്. ആസിക്ക് കുറച്ച് നേരത്തെ വിളിച്ചപ്പോഴാണ് ഞാൻ അറിഞ്ഞത്. നിങ്ങൾ മറന്നാ പറയാന്? ഓ 2 ദിവസം മുന്നേ കൂടെ ഞാൻ ബുക്ക് എടുത്ത് നോക്കിയതാ. ആ കാര്യം വിട്ടു, ഓർമ്മയില്ല. ഡേറ്റ് എത്രന്ന്? ഡേറ്റ് 14. ഞാൻ ആസിക്ക് വിളിച്ചപ്പോ എടുത്ത് നോക്കിയപ്പോ ഇന്ന് നമ്മുടെ ചെലവാ. കാലത്തേക്ക് എന്താ ചെയ്ത്? മോനെ പാത്രം എടുക്കാൻ പറഞ്ഞിട്ട് വേഗം പൂരിയും ഉരുളങ്കിഴങ്ങ് മോള് ഉരുളങ്കിഴങ്ങൊക്കെ ചെത്തി വേഗം മസാല കറി അടുപ്പത്താ. പൂരി ഉണ്ടാക്കി മസാലക്കറി വെച്ചു. മസാലക്കറി പറഞ്ഞാൽ പൂരിക്ക് മസാല ഉണ്ടാക്കൂലേ അത്. അപ്പൊ അത് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഉച്ചക്കലേക്കോ? ഉച്ചക്കലേക്ക് എന്തൊരു ചെയ്യാന്ന് പറയുമ്പോ മീൻ വാള കൊണ്ടുവന്നിട്ടുണ്ട്. അടിപൊളി വാള ഉണ്ട്. ഇത് അതൊന്നും പറ്റില്ല. അത് ഉസ്താദ്മാര് അങ്ങനെ 2 കൈ വേണം. പിന്നെ പറ്റ അങ്ങനത്തെ മീനാണ്. വലിയ മീൻ വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഞാൻ ഓർമ്മയുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ എടുത്തിട്ടുണ്ടാവും. ഓർമ്മയില്ലാത്ത കാരണ. നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങൾ വരുമ്പോ ഒരു കോഴി മേടിച്ചിട്ട്. അതെ, മീന് പറയുമ്പോ നല്ല മീനൊന്നും ഇല്ല. മീന് വാള അപ്പടി മുള്ള. അപ്പൊ അങ്ങനെ കാര്യം ചെയ്യാ, അരിയും മേടിച്ചിട്ട് ബിരിയാണി. വേണ്ട, അരിയൊക്കെ ഉണ്ട്, എല്ലാ സാധനങ്ങളും ഉണ്ട്. കോഴി മാത്രം മേടിച്ചിട്ട് വന്നാൽ മതി. അപ്പൊ ഉച്ചക്കലേക്ക് ബിരിയാണി വെച്ച് കൊടുക്കാം. എന്നാ പിന്നെ അങ്ങനെ ചെയ്യാം. ഞാൻ വരുമ്പോ കോഴി വാങ്ങിച്ചു വരാം. അപ്പൊ ഉച്ചക്കലേക്ക് ബിരിയാണി ആയിക്കോട്ടെ. അതന്നെ നല്ലത്. എന്നാൽ നിങ്ങൾ വരുമ്പോൾ ഒരു കോഴി വെച്ചിട്ട് തരും. പക്ഷെ ബിരിയാണി പീസ് വെട്ടിയാൽ മതിട്ടാ. കറിക്കുള്ള പീസ് വേണ്ട പറയണം. എന്നാൽ നിങ്ങൾ പൊക്കോ, പണികൾ നോക്കട്ടെ. അമ്മ, ഞാൻ പാത്രം കൊടുത്തിട്ടുണ്ട് കേട്ടാ. ഒക്കെ ആയി അമ്മ, സമയമാണെങ്കിൽ ഒരുപാടായി. ഇതിലും കൂടി വേഗം ആയിക്കോ അമ്മ, സമയമില്ല. ചായ ആക്കിയാ? ഇതിൽ നിന്ന് കറി ആക്കിക്കോ. എന്റെ ഭൂരിയ പാത്രം കൊടുത്തിട്ടുണ്ട്. അമ്മ കറക്റ്റ് സമയത്തിന് എത്തിയമ്മ. എന്നാലും വീട്ടിലുണ്ടാക്കിയപ്പോഴേ ഇനിയിപ്പോ ഭക്ഷണം രാവിലെ 2 പേരാ, ഉച്ചക്ക് 2 പേരാണ്. നേരം വൈകിട്ടൊന്നും ഇല്ല, കുഴപ്പമില്ല. ഞാനേ ചായ കുടിച്ചിട്ടൊന്ന് ചിക്കൻ വാങ്ങിട്ട് വരാം ഉച്ചക്കുള്ളത്. അല്ല വേണ്ട മോനെ, ഉപ്പാൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഉപ്പ വരുമ്പോ കച്ചവടം കഴിഞ്ഞ് വരുമ്പോ മേടിച്ചു കൊണ്ടുവരാന്ന് പറഞ്ഞു. ആണോ? മോൻ ചായ കുടിച്ചോ? ഉമ്മ എടുത്തിട്ട് വരാം. ശരി.